ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂനും ജ്ഞാനാവിഭൂഷ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം നമാമി കൃഷ്ണം കരുണാപയോധിം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ദ്വാത്രിംശത്തമോധ്യായഃ. ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് കൃഷ്ണനെ കാണാതായ ഗോപികൾ ദുഃഖിച്ചപ്പോൾ കൃഷ്ണൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. കൃഷ്ണനെ കണ്ടപ്പോൾ ഗോപികൾക്ക് ഉണ്ടായ സന്തോഷവും ദുഃഖവും അവർ പ്രകടിപ്പിക്കുന്നു. കൃഷ്ണൻ അവരെ ആശ്വസിപ്പിക്കുന്നു. അതാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ശ്ലോകം 1. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുകവാചാം ഇത് ഗോപ്യ പ്രഗായന്ത്യ പ്രലപന്ത്യശ്ച ചിത്രധാം രുരുദു സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസാഃ. ഇത് ഗോപ്യഃ പ്രഗായന്ത്യഃ പ്രലപന്ത്യഃ ച ചിത്രധാ രുരുദുഃ സുസ്വരം രാജൻ കൃഷ്ണ ദർശന ലാലസാഹ. ഇത് ഇപ്രകാരം ചിത്രധ അനേക വിധത്തിൽ പ്രഗായന്ത്യ പ്രകർഷേണ ചെയ്യപ്പെടുന്നവരായി. അതായത് കൃഷ്ണനെ കാണാതിരുന്നപ്പോൾ ഗോപികമാർ എന്ത് ചെയ്തു? ഗോപികാ ഗീത കഴിഞ്ഞ അധ്യായത്തെ നമ്മൾ പഠിച്ചു, ആലപിക്കുന്നു. ഓരോ ഗോപികയും ഓരോ ശ്ലോകം വീതം പറയുന്നു. അങ്ങനെ അവർ പ്രകർഷേണ ഗാനം ചെയ്യപ്പെടുന്നവരായി. പ്രലബന്ധ്യ എന്നിട്ട് ദുഃഖിക്കുകയും ചെയ്യുന്നു. ദുഃഖിക്കുന്നവരായ ഗോപികകൾ ഗോപികകൾ രാജൻ ഹേ രാജാവേ കൃഷ്ണദർശന ലാലസാഹ കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടിയവരായിട്ട് സുസ്വരം ഉച്ചത്തിൽ രുരുദുഹു കരഞ്ഞു. കൃഷ്ണനെ അവരന്വേഷിച്ച് കാട് മുഴുവൻ നടന്നു. വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും എല്ലാവരോടും ചോദിച്ചു, ആരും കണ്ടില്ല. അവസാനം അവർ യമുനാ പുളിനത്തിലിരുന്ന് കൃഷ്ണനെ കുറിച്ച് ഗാനം ചെയ്തു. എന്നിട്ടും കൃഷ്ണൻ വന്നില്ല. അപ്പോൾ കൃഷ്ണനെ കാണാനുള്ള താല്പര്യത്തോടു കൂടി അവർ ഉറക്കെ കരഞ്ഞു. അവർക്ക് ദുഃഖം പിന്നെ അടക്കാൻ കഴിഞ്ഞില്ല, ഉറക്കെ കരഞ്ഞു. ഇത് ഗോപ്യ പ്രഗായന്ത്യ പ്രലപന്ത്യശ്ച ചിത്രധ രുരുദു സുസ്വരം രാജൻ കൃഷ്ണദർശന ലാലസാഹാം. ശ്ലോകം 2. താസാമാവിരഭൂത് ശൗരീ സ്മയമാന മുഖാംബുജഃ പീതാംബരധര ശൃഗി സാക്ഷാത് മന്മഥഃ. താസാം ആവിരഭൂത് ശൗരീഃ സ്മയമാന മുഖാംബുജഃ പീതാംബരധരഃ ശൃഗി സാക്ഷാത് മന്മഥഃ. താസ അവരുടെ മധ്യത്തിൽ സ്മയമാന മുഖാംബുജ പുഞ്ചിരിച്ച മുഖവുമായിട്ട് പീതാംബരധര മഞ്ഞപ്പെട്ട് ഉടുത്തവനായി ശൃഗി വനമാല ധരിച്ചവനായി സാക്ഷാത് മന്മഥ സാക്ഷാൽ മന്മഥന്റെയും മനസ്സിനെ ഇളക്കുന്നവനായ മന്മഥന്റെയും ഈശ്വരൻ മന്മഥന്റെ മനസ്സിനെ പോലും ഇളക്കുന്നവനായ ശൗരിഹി കൃഷ്ണൻ ആവിരഭൂ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗോപികമാരുടെ ദുഃഖം കണ്ട് കൃഷ്ണൻ കരുണാർദ്രനായി. കൃഷ്ണൻ എന്ത് ചെയ്തു? മഞ്ഞപ്പെട്ടുടുത്ത് വനമാലയൊക്കെ ധരിച്ച സാക്ഷാൽ മന്മഥനായ ആ കൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. താസാമാവിരഭൂത് ശൗരീ സ്മയമാന മുഖാംബുജഃ പീതാംബരധര ശൃഗി സാക്ഷാത് മന്മഥഃ. ശ്ലോകം 3. തം വിലോക്യാഗതം പ്രേഷ്ടം പ്രീതി ഉൽപുല്ല ദൃശോ അബലാഹ
ഉത്തസ്തുർയുഗപത് സർവ സ്തന്യ പ്രാണം ഇവാഗതം തം വിലോക്യ ആഗതം പ്രേഷ്ടം പ്രീതി ഉത്ഫുല്ല ദൃശഃ അബലാഹ ഉത്തസ്തുഃ യുഗപത് സർവ സ്തന്വഃ പ്രാണം ഇവാഗതം. ഇവ ആഗതം, ആഗതം ആഗമിച്ചിരിക്കുന്ന പ്രേഷ്ടം പരമ പ്രീതി വിഷയനായ തം അവനെ, കൃഷ്ണനെ, വിലോക്യ നോക്കിക്കണ്ടിട്ട്, പ്രീത്യ ഉത്ഫുല്ല ദൃശഃ പ്രീതി നിമിത്തം വികസിച്ച കണ്ണുകളോട് കൂടിയ അബലാഹ സ്ത്രീകൾ, സർവാഹ എല്ലാവരും, ആഗതം ആഗമിച്ചിരിക്കുന്ന പ്രാണൻ, പ്രാണനെ തന്വഹൈവ തനുക്കളെന്ന പോലെ. ഇപ്പോൾ ഒരു ശരീരത്തിൽ പ്രാണൻ പ്രവേശിക്കുമ്പോൾ എങ്ങനെ ശരീരം ചാടി എണീക്കുന്നുവോ, അല്ലെ ഇപ്പോൾ ബോധം കെട്ടുകിടന്ന ആള് ബോധം തെളിയുമ്പോൾ എങ്ങനെ ചാടി എണീക്കുവോ, അതുപോലെ യുഗപത് ഏകകാലത്തിൽ ഉത്തസ്തു അവരും ഇതാ ചാടി എണീക്കുകയാണ്. കൃഷ്ണനെ കണ്ടതും കരഞ്ഞ് അവശകളായി അവിടെ കിടന്ന ഗോപികൾ എന്ത് ചെയ്തു? ബോധം തെളിയുമ്പോൾ നമ്മൾ ചാടി എണീക്കുന്നത് പോലെ അവരും ചാടി എണീറ്റു. തമ്മിലോക്യാഗതം പ്രേഷ്ടം പ്രീത്യ ഉത്ഫുല്ല ദൃശോബല ഉത്തസ്തുർയുഗപത് സർവ സ്തന്യ പ്രാണം ഇവാഗതം. ശ്ലോകം 4. കാചിത് കരാംബുജം ശൗരേർ ജഹൃഹേ അഞ്ജലിനാമുദ കാചിത് ദധാര തദ്ബാഹും അംസേ ചന്ദനഭൂഷിതം. കാചിത് ഒരുത്തി ശൗരേഹെ കൃഷ്ണന്റെ കരാംബുജം താമരപ്പൂ പോലെ മനോഹരമായ ദക്ഷിണകരത്തെ മുത സന്തോഷത്തോടുകൂടി അഞ്ജലിന രണ്ട് കൈയും ചേർത്തുകൊണ്ട് ജഹൃഹയെ പിടിച്ചു. അപ്പോൾ ഇവരങ്ങ് ആകെ കൃഷ്ണനെ കാണാതെ പരവശരായിരിക്കുകയാണ്. കൃഷ്ണനെ കണ്ടതും ഒരുത്തി എന്ത് ചെയ്തു? ഓടി വന്ന് ആ കൃഷ്ണന്റെ ഇടത്തെ കൈ രണ്ട് കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ചു. കാചിത് ഒരുത്തിയോ ഭൂഷിതം ചന്ദനത്താൽ അലങ്കരിക്കപ്പെട്ട തദ്ഭാഗം അവന്റെ ഇടത്തെ കരത്തെ അംസെ തോളിൽ ദധാര ധരിച്ചു. ഒരുത്തി ഒരു കയ്യെ പിടിച്ചു, രണ്ട് കൈ കൊണ്ട് വലിച്ചു പിടിച്ചു. വേറെ ഒരുത്തി എന്ത് ചെയ്തു? ഇടത്തെ കൈയ്യ് എടുത്ത് അവളുടെ തോളിൽ വെച്ചു. അപ്പൊ ഇതില് ഗോപികമാര് ചന്ദ്രാവലി, ശ്യാമള, ശൈബ്യ, പത്മ, രാധ, ലളിത, വിശാഖ, ഭദ്ര എന്നീ 8 പേരാണ് ഈ ഗോപികമാരിൽ മുഖ്യവർ. അപ്പൊ ഇവരിൽ ചിലര് നല്ല മൃദുവായ സരള സ്വഭാവമുള്ളവർ, ചിലരാണെങ്കിൽ വാമ സ്വഭാവമുള്ളവർ. എന്ന് പറഞ്ഞാൽ ഏതാണുങ്ങളെയും വശത്താക്കാനുള്ള കഴിവുള്ളവരാണ് വാമകൾ എന്ന് പറയുന്നത്. കാന്തൻ അവരുടെ വശനായിരിക്കും. അങ്ങനെയുള്ളവളാണ് വാമകൾ എന്ന് പറയുന്നത്. അതിനാൽ അവരെ സ്ത്രീകളിൽ ശ്രേഷ്ഠരെന്ന് പറയും. പിന്നെ അഭിമാനം അധികമുള്ളവരെയും വാമകൾ എന്ന് പറയും. ഇതിൽ ചന്ദ്രാവലിയുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. കൃഷ്ണനെ കണ്ട ഉടനെ തന്നെ നടന്ന് കുഴങ്ങിയിരുന്ന കാന്തനെ ആശ്വസിപ്പിക്കാനെന്ന വ്യാജേന ആദ്യം എന്ത് ചെയ്തു? കയ്യെ പിടിച്ചു. കൃഷ്ണന്റെ വലത്തെ കൈയിനെ രണ്ട് കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. എന്നിട്ടോ ഇവിടെ മൃദു സ്വഭാവമുള്ളതാണ്, രണ്ട് കൈയും ചേർത്ത് പിടിച്ചു. കാന്തൻ അധീന ദക്ഷിണ എന്നു പേരുള്ള നായികയാകുന്നു. ഇവിടെ ദക്ഷിണ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണ കരത്തെ വലത്തെ കൈയോ അല്ലെങ്കിൽ ദക്ഷിണ എന്ന് പറയുന്ന ഒരു ഗോപികയുമുണ്ട്. ഇവർക്ക് രാധയോട് ഭയങ്കര ദേഷ്യമാണ് ദക്ഷിണയ്ക്ക്. രാധയ്ക്ക് മാത്രമല്ല കൃഷ്ണനെ സ്പർശിക്കാൻ അവകാശമുള്ളൂ, തനിക്കുമുണ്ട് എന്ന് വെച്ചാണ് കൃഷ്ണന്റെ രണ്ട് കൈയെയും പിടിച്ചത്. അല്ല, കൃഷ്ണന്റെ വലത്തെ കൈയെ പിടിച്ചിട്ട് ഇവളുടെ രണ്ട് കൈ കൊണ്ടും പിടിച്ചു വെച്ചു. മറ്റൊരുത്തി എന്ത് ചെയ്തു? ചന്ദനം ധരിച്ച് അലങ്കരിച്ചിരുന്ന കൃഷ്ണന്റെ ഇടത്തെ കൈയെ പിടിച്ചു വലിച്ച് തന്റെ തോളിൽ വെച്ചു.
അത് രാധയുടെ സുഹൃത്തായ ശ്യാമള എന്ന സ്ത്രീയാകുന്നു. ഇവർ പിടിച്ചു വലിച്ചതുകൊണ്ട് ഇവരെ ഖരസ്വഭാവമുള്ളത്, മറ്റു മൃദു സ്വഭാവമുള്ളവരാണെങ്കിൽ പതുക്കെ പിടിക്കും. ഇതങ്ങനെയല്ല, പിടിച്ച് വലിച്ചെടുത്ത് തോളി കൊണ്ടുവച്ചു. അപ്പം അങ്ങനെ ഗോപികമാർ പല സ്വഭാവത്തിലുള്ളവരാണ്. ചിലർ മൃദു സ്വഭാവമുള്ളവർ, ചിലവർക്ക് ഇത്തിരി ദേഷ്യമുണ്ട്, ചിലവർ കാന്തനെയൊക്കെ വശത്തിലാക്കാൻ കഴിവുള്ളവർ. കാചിത് കരാംബുജം ശൗരേർ ജഹൃഹേ അഞ്ജലി നാമുദ കാചിത് ദദാര തദ്ബാഹും അംസേ ചന്ദനഭൂഷിതം. ശ്ലോകം 5. കാചിതഞ്ജലിനാ ഗൃഹാത് തന്നീതാംബൂല ചർവിതം ഏകദാ തദംഘ്രികമലം സന്തപ്താസ്തനയോരഥാത്. കാചിത് അഞ്ജലിന ഗൃഹാത് തന്നീതാംബൂല ചർവിതം ഏകാ തദംഘ്രികമലം സന്തപ്താസ്തനയോർ അഥാത്. കാചിത് അഞ്ജലിന ഗൃഹാത് തന്നീതാംബൂല ചർവിതം. കാചിത്ത് വെച്ചാൽ ഒരു സ്ത്രീ, തന്നി സ്ത്രീ, അഞ്ജലിനെ 2 കൈകളും കൂട്ടി ചേർത്ത് പിടിച്ചുകൊണ്ട്, അഞ്ജലി ചെയ്തുകൊണ്ട് 2 കൈകളും കൂപ്പി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? താമ്പൂല ചർവിതം, താമ്പൂല ചർവിതത്തെ, കൃഷ്ണൻ ചവച്ചിരുന്ന താമ്പൂലത്തെ അഗൃഹാത് അതിനെ വലിച്ചെടുത്തു. ഏക ഒരുത്തി സന്തപ്ത സന്താപം ഉള്ളവളായിട്ട് തത് അംഘ്രികമലം അദ്ദേഹത്തിൻ്റെ പാദകമലത്തെ സ്തനയോഹോ സ്തനങ്ങളിൽ അഥതാ എടുത്തു വെച്ചു. കാലിനെ പിടിച്ചെടുത്ത് അവളുടെ മാറിടത്തിൽ വെച്ചു. ഒരു സ്ത്രീ താമ്പൂല ചർവത്തെ, കൃഷ്ണൻ ചവച്ചുകൊണ്ടിരുന്ന താമ്പൂലത്തെ എന്ത് ചെയ്തു? കൈകൊണ്ട് എടുത്ത് അവളെ വായിൽ വെച്ചു. വേറെ ഒരുത്തിയ പാദകമലത്തെ കുജതടങ്ങളിൽ വെച്ചു. ഇവൾ ചന്ദ്രാവലി സഖിയായ പത്മയാകുന്നു. ഇവൾ മൃദു സ്വഭാവമുള്ളവളാണ്. കാന്തൻ അധീത ദക്ഷിണ എന്ന നായിക. ശ്ലോകം ചെന്നൂടെ. കാചിതഞ്ജലിന ഗൃഹാത് തന്നീതാംബൂല ചർവിതം ഏകാതതംഘ്രികമലം സന്തപ്തസ്തനയോരഥാത്. ശ്ലോകം 6. ഏകാ ഭൃഗുടിമാബധ്യ പ്രേമ സംരംഭ വിഹ്വല ഘ്നന്തി വൈക്ഷത് കടാക്ഷേപ സന്തഷ്ട ദശനച്ഛതാം. പ്രേമ സംരംഭ വിഹ്വല, പ്രണയ കോപാവേശ നിമിത്തം പരവേശയായി, സന്തഷ്ട ദശനച്ഛത, അതായത് ചുണ്ടുകളെയൊക്കെ കടിച്ച്, സന്തഷ്ട എന്ന് വെച്ചാൽ കടിക്കുക, ദശനച്ഛത എന്ന് പറഞ്ഞാൽ ചുണ്ടിനെയൊക്കെ കടിച്ച് ദേഷ്യം വന്ന്. ഏക മറ്റൊരുത്തി ഭൃഗുടിയും പുരുകത്തെ ആപത്യ വളച്ചു വെച്ചിട്ട്, ദേഷ്യം വരുമ്പോൾ പുരുകമൊക്കെ വളച്ചു വയ്ക്കുമല്ലോ, വളച്ചു വെച്ച് കടാക്ഷേപ നോട്ടങ്ങളാൽ ഖനന്തീവ ഇപ്പം കൊന്നുകളയോ എന്ന് തോന്നുമാറ് ആയിക്ഷത് തുറച്ചു നോക്കി. ഇപ്പം തന്നെ കൃഷ്ണനെ ദഹിപ്പിച്ച് കളയോ എന്നുള്ള മട്ടില് കൃഷ്ണനെ തുറച്ചു നോക്കുകയാണ് ഒരുത്തി. ഏകാഭൃഗുടിമാബധ്യ പ്രേമ സംരംഭ വിഹ്വല ഘ്നന്തീവ ഐക്ഷത് എന്നാണ്. ഘ്നന്തി ഇവ ഐക്ഷത്, പദച്ഛേദം പറഞ്ഞില്ല. ഘ്നന്തി ഇവ ഐക്ഷത് കടാക്ഷേപ, നോട്ടങ്ങൾ കൊണ്ട് ഹനിക്കുന്നു എന്ന് തോന്നുമാറ് അവള് സന്തഷ്ട ദശനച്ഛത, ചുണ്ടുകളെയൊക്കെ കടിച്ച് അങ്ങനെ ദേഷ്യം കാണിക്കുകയാണ്. ചുണ്ടുകൾ കടിച്ച് പുരികക്കൊടികൾ വളച്ച് ഇപ്പോൾ തന്നെ കൊന്നുകളയുന്നുള്ള രീതിയിൽ ദേഷ്യത്തോടുകൂടിയുള്ള നോട്ടം. ഏകാഭൃഗുടിമാബധ്യ പ്രേമ സംരംഭ വിഹ്വല ഘ്നന്തീവ ഐക്ഷത് കടാക്ഷേപ സന്തഷ്ടദശനച്ഛതാം. ശ്ലോകം 7. അപരാ നിമിഷദൃക്ഭ്യാം ജുഷാണാം തന്മുഖാംബുജം ആപീതമഭിനാദൃപ്യത് സന്തസ്തചരണം യഥാം. അപര മറ്റൊരുത്തി അനിമിഷ ദൃക്ഭ്യാം അടയ്ക്കാത്ത കണ്ണുകൾ കൊണ്ട്,
അതായത് കൺപോള പോലും ഇമ്മ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നതാണ്. തന്മുഖാംബുജം, അവൻ്റെ മുഖകമലത്തെ ആപീതം അപി, ഏറ്റവും പാനം ചെയ്തുവെങ്കിലും എന്നുവെച്ചാൽ മുഖത്ത് തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണടയ്ക്കുന്നില്ല. സന്തഹ, സത്തുക്കൾ തച്ചരണം യഥ, അവൻ്റെ ചരണത്തെ എന്ന പോലെ. സജ്ജനങ്ങൾ ഭഗവത് സേവ ചെയ്ത് തൃപ്തി വരാതെ ഇരിക്കും പോലെ. ആപീതമപി ന അതൃപ്യ സന്തഹ ചരണം യഥാ, സത്തുക്കൾ ഭഗവാന്റെ ആ ചരണത്തെ എത്ര ഉപാസിച്ചാലും സേവ ചെയ്താലും സജ്ജനങ്ങൾക്ക് മതിയാകില്ല. അതുപോലെ അവൻ്റെ കണ്ണിനെ, ഭഗവാന്റെ മുഖത്തെ നോക്കി കണ്ണടയ്ക്കാതെ നോക്കിയിരിക്കുകയാണ്. ജുഷാണ, സേവിക്കുന്നവളായിട്ട് എന്നാ തൃപ്തിപ്പെട്ടില്ല. ഭഗവാനെ എത്ര നോക്കിയിട്ടും, മുഖം നോക്കിയിട്ടും അവൾക്ക് തൃപ്തി വന്നില്ല. അപരാനിമിഷദൃഗ്ഭ്യാം ജുഷാണാം തന്മുഖാംബുജം ആപീതമപി നാതൃപ്യ സന്തസ്ത ചരണം യഥാം. ശ്ലോകം 8. തം കാചിത് നേത്രരന്ധ്രേണ ഹൃതികൃത്യ നിമീല്യ ച പുളകാംഗി ഉപഗുഹ്യാസ്തേ യോഗീവാനന്ദ സംപ്ലുതാം. തം കാചിത് നേത്രരന്ധ്രേണ, കാചിത് ഒരുത്തി, തം അവനെ നേത്രരന്ധ്രേണ നേത്രദ്വാരത്തിൽ കൂടി എന്നുവെച്ചാൽ കണ്ണിൽ കൂടി നോക്കി, ഹൃദയത്തിൽ കൃത്യ ചെയ്തിട്ട് ആ രൂപം ഹൃദയത്തിൽ പതിപ്പിച്ചു. എന്നിട്ട് നിബീല്യ, ഹൃദയത്തിൽ പതിച്ചപ്പോൾ കണ്ണുകളടച്ച് ഉപഗുഹ്യ ആലിംഗനം ചെയ്തിട്ട് പുളകാംഗി, പുളകമുള്ള അംഗത്തോടു കൂടിയവളായി. യോഗീവ, യോഗി എന്ന പോലെ ആനന്ദ സംപ്ലുത, ആനന്ദത്തിൽ മുഴുകിയവളായി ആസ്തേ നിൽക്കുന്നു. അപ്പോൾ യോഗികൾ എങ്ങനെയാണ് ഭഗവാനെ ഹൃദയകമലത്തിൽ ധ്യാനിക്കുന്നത്? അതുപോലെ കണ്ണുകൊണ്ട് നോക്കി ഹൃദയകമലത്തിൽ ധ്യാനിച്ചിട്ട് ആലിംഗനം ചെയ്യുന്നവളായിട്ട് യോഗികളെ പോലെ ആനന്ദത്തിൽ മുഴുകി. തം കാശ്ചിത് നേത്രരന്ധ്രേണ ഹൃതികൃത്യ നിമീല്യ ച പുളകാംഗുപ ഗുഹ്യാസ്തേ യോഗീവാനന്ദ സംപ്ലുതാം. ശ്ലോകം 9. സർവാസ്താ കേശവാലോക പരമോത്സവ നിർവൃത ജഹുർവിരഹജം താപം പ്രാജ്ഞം പ്രാപ്യേതാ ജനാഹ. സർവാസ്ത കേശവ ആലോക്യ പരമോത്സുക നിർവൃതാഹ ജഹുഹു വിരഹജം താപം പ്രാജ്ഞം പ്രാപ്യ യഥാ ജനാഹ. താഹ സർവ, അവരെല്ലാവരും കേശവ ആലോക പരമോത്സവ നിർവൃതാഹ, കേശവന്റെ ദർശനമാകുന്ന പരമ ഉത്സവത്താൽ സുഖാനുഭൂതി ഉള്ളവരായിട്ട് ജനാഹ, ജനങ്ങൾ പ്രാജ്ഞനെ പ്രാപിച്ചിട്ടെന്ന പോലെ വിരഹജം താപം, വിരഹം നിമിത്തമുള്ള താപത്തെ ഉപേക്ഷിച്ചു. അതായത് പ്രാജ്ഞൻ സുഷുപ്തിയിൽ, ആ പരമാത്മാവിൻ്റെ പേരാണ് നേരത്തെ നമ്മൾ പഠിച്ചു, പ്രാജ്ഞൻ. അപ്പൊ സുഷുപ്തിയിൽ പ്രാജ്ഞൻ മാത്രമേ കാണുകയുള്ളൂ, ബാക്കിയെല്ലാം മനസ്സും ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങിയിരിക്കും. അപ്പൊ ആ ജീവാത്മാവ് എന്ത് ചെയ്യും? ആനന്ദ അനുഭൂതിയിലായിരിക്കും. ഇതരഭാവങ്ങൾ സുഷുപ്തിയിൽ ഇതരഭാവമൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് കേവല സുഖരൂപ പരമാത്മാഭൂതി ജീവന് ഉണ്ടാകുന്നു. അതുപോലെ അപ്പോൾ ഒന്നും അറിയില്ല, പിന്നെ എങ്ങനെ എപ്പോഴറിയും? ഉണർന്നു കഴിയുമ്പോൾ അസുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയും. അപ്പോൾ വേറെ ഒരു ആലോചനയില്ല, മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നും പ്രവർത്തിക്കുകയില്ല. അതുപോലെ പ്രാജ്ഞൻ എന്ന പോലെ ഇവർക്കും എന്ത് ചെയ്തു? പരമാനന്ദം ഉണ്ടായി. ഭഗവത് സംഗമത്താൽ ഇവർക്കും പരമാനന്ദ അനുഭൂതി ഉണ്ടായി. എല്ലാവരും കേശവ ആലോക പരമോത്സവ നിർവൃത, കേശവന്റെ ദർശനമാകുന്ന പരമോത്സവത്താൽ സുഖാനുഭൂതി ഉള്ളവരായിട്ട്, ഇതുവരെ ഭഗവാനെ കാണാതിരുന്നതാണ്, കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ആനന്ദത്തിലാറാടി. ആ ജനങ്ങൾ പ്രാജ്ഞൻ സുഷുപ്തിയിൽ വേറെ ഒരു ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുകയില്ല. ഇപ്പോൾ പ്രാജ്ഞൻ മാത്രം പ്രവർത്തിക്കുമ്പോൾ ജീവാത്മാവിന് എത്ര ആനന്ദാനുഭൂതി ഉണ്ടാകുമോ
അതുപോലെ ഇവർക്കും ആനന്ദാനുഭൂതി ഉണ്ടാകി. വിരഹജം താപം, വിരഹം നിമിത്തം ഉണ്ടാകുന്ന താപത്തെ ജഹുഹു അവർ ഉപേക്ഷിച്ചു. തം കാചിത് നേത്രരന്ധ്രേണ, അതല്ല, സർവാസ്താ കേശവാലോക പരമോത്സവ നിർവൃതാഹ ജഹുർവിരഹജം താപം പ്രാപ്നം പ്രാപ്യേതാ ജനാഹ. ശ്ലോകം 10. താഭിർവിധൂത ശോകാഭിർ ഭഗവാനച്യുതോ വൃതഃ വിരോചതാധികം താത പുരുഷശക്തിഭിർയഥാഹ. യഥാ താഭിഃ വിധൂത ശോകാഭിഃ ഭഗവാൻ അച്യുതഃ വൃതഃ വിരോചത അധികം താത പുരുഷഃ ശക്തിഭിഃ യഥാ. വിധൂത ശോകാഭിഃ, ശോകത്തെ ഉപേക്ഷിച്ച, താഭി അവരാൽ, വൃതഃ ചുറ്റപ്പെട്ട ഭഗവാൻ പരിപൂർണനായ അച്യുതഃ കൃഷ്ണൻ, ശക്തിഭിഃ സത്വാദികളാൽ, പുരുഷഃ യഥാ പുരുഷൻ എന്ന പോലെ, താത ഹേ ബാല അധികം ഏറ്റവും വിരോചത ശോഭിച്ചു. അതിസ്നേഹ നിമിത്തം താത എന്ന് സംബോധന ചെയ്തിരിക്കുകയാണ്. രഹസ്യമായ സംഗതി കേൾക്കുക. സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ സന്തുഷ്ടരായ ഗോപികകളാൽ ചുറ്റപ്പെട്ട സമയത്ത് ഭഗവാൻ അവരുടെ ഇടയിൽ നിന്ന് പ്രകാശിക്കുകയാണ്. സത്വഗുണങ്ങളാൽ ആവൃതനായ പുരുഷൻ എന്ന പോലെ പ്രകാശിച്ചു. പുരുഷ മാത്രമായിരിക്കുന്ന, പുരിയിൽ വസിക്കുന്നവൻ പുരുഷൻ. ഭഗവാൻ കൃഷ്ണൻ ഗോപികളാകുന്ന പ്രകൃതി വ്യക്തികളാൽ ചുറ്റപ്പെട്ടപ്പോൾ പ്രപഞ്ചത്തെ അനുസരിച്ച് അവൻ അധികം ശോഭിച്ചു. അപ്പൊ ഇവരെ പ്രകൃതിയായിട്ട് കണക്കാക്കുന്നു. ഗോപികളെ പ്രകൃതി വ്യക്തികളാൽ ചുറ്റപ്പെട്ട പുരുഷൻ എങ്ങനെ ശോഭിക്കുന്നുവോ അതുപോലെ ഭഗവാനും ശോഭിച്ചു. താഭിർവിധൂത ശോകാഭിർ ഭഗവാനച്യുതോ വൃതഃ വിരോചത അധികം താത പുരുഷശക്തിഭിർയഥാ. ശ്ലോകം 11. താഹാസമാദായ കാളിന്ത്യ നിർവിശ്യ പുളിനം വിഭു വികസത്കുന്ദമന്ദാര സുരഭ്യാനില ഷഡ്പദം. അപ്പോൾ ഭഗവാൻ എങ്ങനെ അവിടെ ശോഭിച്ചു എന്നാണ്. ഇപ്പോൾ ആ യമുനാ പുളിനത്തിൽ രാസക്രീഡയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ആ മണൽത്തട്ടിൽ ഭഗവാൻ ഇരുന്നു. അപ്പോൾ എങ്ങനെ ശോഭിച്ചു? ഇവർ ചുറ്റും ആയിട്ടിരിക്കുകയാണ്, ഗോപികൾ ചുറ്റുമായിട്ടിരിക്കുകയാണ്. വിഭുഹു ഭഗവാൻ അവരെ സമാദായ കൂടെ കൂട്ടിക്കൊണ്ട് വികസത് കുന്തമന്താര സുരഭ്യ അനില ഷഡ്പദം, വിരിഞ്ഞു നിൽക്കുന്ന കുന്തം മന്ദാരം എന്നീ പുഷ്പങ്ങളുടെ വാസനയുള്ള വായു ഹേതുവായിട്ട് വണ്ടുകളോടുകൂടി വായുവിനെ അനുസരിച്ച് വണ്ടുകൾ മുരണ്ടുകൊണ്ട് നടക്കുകയാണ്. അതായത് പുഷ്പങ്ങൾ പൂത്തിരിക്കുമ്പോൾ വണ്ടുകൾ വന്നു നിൽക്കുമല്ലോ. അപ്പോൾ വണ്ടുകൾ ഇങ്ങനെ ചുറ്റും പറന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി അവിടെ കൂടെയാണ് ഭഗവാൻ പോയത്. കൂട്ടിക്കൊണ്ട് പോയപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന കുന്തം മന്ദാരം തുടങ്ങിയ പുഷ്പങ്ങളുടെ വാസന നിമിത്തം വണ്ടുകൾ മുരണ്ട് ശബ്ദിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ സ്ഥലത്തു കൂടെ ഭഗവാൻ പോവുകയാണ്. ആ പുളിനത്തിൽ, എവിടെ? ആ യമുനയുടെ തീരത്തുള്ള മണൽ തിട്ടയിൽ ചെന്നിരിക്കാൻ പോവുകയാണ്. അത് അടുത്ത ലൈനിൽ പറയും. താ സമാദായ കാളിന്ത്യ നിർവിശ്യ പുളിനം വിഭൂ. അല്ല, ഇവിടെ തന്നെ പുളിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിർവിശ്യ, കാളിന്തിയുടെ പുളിനത്തെ നിർവിശ്യ പ്രവേശിച്ചു. അതിൻ്റെ വിശേഷണം ബാക്കി അടുത്ത ശ്ലോകത്തിൽ കിടക്കും. രണ്ടും കൂടെ ഒന്നിച്ചാണ് വായിക്കേണ്ടത്. ശ്ലോകം 12 വായിച്ചിട്ട് ഒന്നുകൂടെ വായിക്കാം. ശരചന്ദ്രാംശു സന്തോഹ ത്വസ്ത ദോഷാ തമശിവം കൃഷ്ണായ ഹസ്തതരള ചിതകോമളവാലികം. ശരചന്ദ്ര അംശു സന്തോഹ ത്വസ്ത ദോഷാതമ ശിവം. ശരചന്ദ്രാംശു,
ശരത്കാലത്തെ ചന്ദ്രകിരണങ്ങളാൽ ത്വസ്ത നശിപ്പിക്കപ്പെട്ട ദോഷതമ അന്ധകാരത്തോടു കൂടിയവയായി, അതായത് നല്ല നിലാവുള്ള രാത്രി. അപ്പൊ അന്ധകാരമെല്ലാം പോയി, ഇല്ല. ശിവസുഖകരമായി കൃഷ്ണായ. ഇവിടെ കൃഷ്ണായ എന്ന് പറഞ്ഞാൽ യമുന എന്നാണ്. യമുനയുടെ ഹസ്തതരളാചിത കോമളവാലുക, കൈകൾക്ക് തുല്യമായ തിരമാലകളാൽ വ്യാപിക്കപ്പെട്ട മണലുകളോടുകൂടിയതായിരിക്കുന്ന കാളിന്തിയുടെ പുളിനത്തെ നിർവിശ്യ പ്രവേശിച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ യമുനയുടെ പുളിനത്തില് തീരത്ത് മണൽത്തിട്ടയിൽ ഗോപികളുമായി അവിടെ പ്രവേശിച്ചു. മണൽത്തിട്ടയിൽ ചെന്നിരിക്കുകയാണ്. അത് 110 കോടി ഗോപികകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പേരെ ഒരുമിച്ചിരുത്തണമെങ്കിൽ ആ യമുനയുടെ മണൽത്തിട്ടിലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അത്ര വിസ്തൃതമായിരുന്നു. അപ്പോൾ ആ മഹാപുരുഷന്റെ ദാസിയായ പ്രകൃതി ആ പുരുഷഭൂഷണനെ സമയോചിത നിലയിൽ സേവിക്കാൻ തന്നെ മനസ്സിരുത്തി. അപ്പൊ പ്രകൃതിയും ആ രാസക്രീഡയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. തിരമാലകളാൽ അടിച്ചു കൊണ്ടുവരപ്പെട്ട ആ മണൽത്തിട്ട പ്രകൃതിയും അതിന് യോജിച്ചു നിന്നു. അപ്പൊ അങ്ങനെ ആ വിസ്തൃതമായ മണൽത്തിട്ടയിൽ 110 കോടി ഗോപികകൾ ഉണ്ടായിരുന്നു. 11, 12 കൂടെ ഒന്നിച്ച് വായിക്കാം. താഹ സമാദായ കാളിന്ത്യ നിർവിശ്യ പുളിനം വിഭു വികസക്കുന്ദ മന്ദാര സുരഭ്യാനില ഷഡ്പദം ശരചന്ദ്രാംശു സന്തോഹ ത്വസ്തദോഷ തമശിവം കൃഷ്ണായ ഹസ്തതരളാജിത കോമളവാലുകം. തരള ആജിത കോമളവാലുകം. അടുത്ത് ശ്ലോകം 13. തദ്ദർശനാഹ്ലാദ വിദൂത ഹൃദ്രുജോ മനോരഥാന്തം ശ്രുതയോ യഥായയോ സ്വൈരുത്തരീയൈർ കുജകുങ്കുമാങ്കിതൈർ അജീക്ലപ്ന ആസനം ആത്മബന്ധവേ. തത് ദർശന ആഹ്ലാദ വിദൂത ഹൃദ്രുജഃ മനോരഥാന്തം ശ്രുതയഃ യഥായയുഃ സ്വൈഃ ഉത്തരീയൈഃ കുചപുങ്കുമാങ്കിതൈഃ അജീക്ലിപ്പന ആസനം ആത്മബന്ധവേ. തദ്ദർശന ആഹ്ലാദ വിദൂത ഹൃദ്രുജ, അവന്റെ ദർശനം കൊണ്ടുണ്ടായ സന്തോഷത്താൽ നശിക്കപ്പെട്ട മനോദുഃഖത്തോടു കൂടിയ ഗോപികമാർ ഭഗവാനെ കണ്ടതും അവരുടെ മനോദുഃഖം എല്ലാം പോയി. ശ്രുതയായതകൾ, ശ്രുതി ദേവതകളെ പോലെ. ശ്രുതി എന്ന് വെച്ചാൽ വേദം, വേദ ദേവതകളെ പോലെ. വേദം ദേവതകളായി രൂപം പ്രാപിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ മനോരഥാന്തം, മനോരഥത്തിന്റെ അന്തത്തെ യയ്യോ പ്രാപിച്ചു. കുജ കുങ്കുമാങ്കിതൈ, കുജങ്ങൾ ധരിച്ച കുങ്കുമങ്ങളാൽ അടയാളപ്പെട്ട സ്വൈഹി ഉത്തരീയെ, തങ്ങളുടെ ഉത്തരീയങ്ങളാൽ മേൽമുണ്ട് ആത്മബന്ധവെ, ആത്മബന്ധുവിനായിക്കൊണ്ട് ആസനം ഇരിപ്പിടത്തെ അജീക്ലിപ്പൻ വിരിച്ചു. അപ്പൊ അവരുടെ ഉത്തരിയെടുത്ത് കൃഷ്ണൻ ഇരിക്കാൻ വിരിച്ചു കൊടുത്തു. അപ്പോൾ ആ രാസക്രീഡയ്ക്ക് ഒരുങ്ങിയ ഭഗവാനെ കണ്ട് അവർ സന്തോഷിച്ചു. അവർ കൃതാർത്ഥികളായി ഭവിച്ചു. അപ്പൊ അത് ശ്രുതി ദേവതകൾ എങ്ങനെയാണോ നല്ല കർമ്മം ചെയ്യുമ്പോൾ, അതായത് വേദത്തിന്റെ കർമ്മകാണ്ഡത്തിൽ ബഹുവിധ കർമ്മങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അവ അനുഷ്ഠിച്ച് ലഭിക്കുന്ന ഫലങ്ങളാൽ ചിലവർക്ക് സന്തുഷ്ടി കാണൂല. വേദത്തിൽ ഇന്നത് ചെയ്താൽ, ഇന്ന അർച്ചന ചെയ്താൽ ഇന്ന ഫലം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ചിലവർക്ക് അങ്ങനെ ഒന്ന് അതിലുള്ള കർമ്മം ചെയ്യുമ്പോൾ യോജിച്ച ഫലം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അവർക്ക് സന്തോഷം കാണുകയില്ല. പിന്നെ ചിലവരാണെങ്കിലോ
സന്തുഷ്ടരായിരിക്കും. ജ്ഞാനകാണ്ഡത്തിൽ പരമേശ്വര രൂപം പ്രതിപാദിക്കും. അത് പ്രകാരം അനുഷ്ഠിച്ച ജീവന്മാർ ഈശ്വര സാക്ഷാത്കാര നിമിത്തം പരമസന്തുഷ്ടരായി ഭവിക്കും. അപ്പോൾ ശ്രുതി ദേവതകൾക്കും സന്തോഷമാവും. വേദത്തിൻ്റെ ദേവതകൾ, ആളുകൾ ദുഃഖിക്കുമ്പോൾ ദേവതയ്ക്ക് ദുഃഖം വരും, ആളുകൾ സന്തോഷിക്കുമ്പോൾ ദേവതയ്ക്കും സന്തോഷമുണ്ടാകും. ശ്രുതികളെ പോലെ മനോരഥാന്തം, മനോരഥത്തിൻ്റെ അന്തത്തെ യയു പ്രാപിച്ചു. കുജ കുങ്കുമാങ്കിതൈ, കുജങ്ങൾ ധരിച്ച കുങ്കുമത്താൽ അടയാളപ്പെട്ട സ്വയുത്തരിയെ, തങ്ങളുടെ ഉത്തരീയങ്ങളിൽ, അതായത് ഉത്തരീയത്തിൽ കുങ്കുമത്തിൻ്റെ അടയാളമൊക്കെ ഉണ്ട്, അത് ആത്മബന്ധുവിനായിക്കൊണ്ട് ആസനം ഇരിപ്പിടത്തെ അജീക്ലിപ്പൻ വിരിച്ചു. അപ്പോൾ അവരുടെ മേൽമുണ്ടാണ്. അപ്പോൾ കുജങ്ങൾ പൂച്ചിയിരുന്ന ആ കുങ്കുമമൊക്കെ അതിലായി കാണും. അത് തന്നെയാണ് കൃഷ്ണന് വേണ്ടി അവർ മണൽത്തിട്ടയിൽ ആ ഉത്തരിയാണ് വിരിച്ചു കൊടുത്തത്. തദ്ദർശനാഹ്ലാദ വിധൂത ഹൃദ്രുജോ മനോരഥാന്തം ശ്രുതയോ യഥായയോ സ്വൈരുത്തരീയൈർകുജകുങ്കുമാങ്കിതൈ അജീക്ലപ്പന്ന ആസനമാത്മബന്ധവേ. ശ്ലോകം 14. തത്രോപവിഷ്ടോ ഭഗവാൻ സ ഈശ്വരോ യോഗേശ്വരാന്തർഹൃതി കൽപ്പിതാസന ചകാസ ഗോപി പരിഷദ്ഗതോർച്ചിത സ്ത്രൈലോക്യലക്ഷ്മീക പദം ബബുർദധാ. തത്രോപവിഷ്ട ഭഗവാൻ സ ഈശ്വര, ഭഗവാൻ ഈശ്വര, ഐശ്വര്യപൂർണനായ ഈശ്വരൻ നിയന്താവും, യോഗേശ്വര അന്തർഹൃതി, യോഗേശ്വരന്മാരുടെ ഹൃദയമധ്യത്തിൽ കൽപ്പിതാസന, കൽപ്പിക്കപ്പെട്ട ആസനത്തോടു കൂടിയവനും ആകുന്നുവെങ്കിലും തത്ര അതിൽ ഉപവിഷ്ട, പ്രവേശിച്ചവനും, അർച്ചിത പൂജിക്കപ്പെട്ടവനും, ത്രൈലോക്യ ലക്ഷ്മീക പദം, 3 ലോകങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ശോഭാ സമ്പ്രദായത്തിന് ഏക ആസ്പദമായ വപുഹു ശരീരത്തെ ദത്തൻ ധരിച്ചവനുമായ സഹ അവൻ ചകാസ ശോഭിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ ഗോപികളുടെ മധ്യത്തിൽ അവർ വിരിച്ച ഉത്തരീയത്തിൽ ഇരുന്നു. പിന്നെ അവർ പൂജയൊക്കെ ചെയ്തു, താമ്പൂലം തുടങ്ങിയ അർച്ചനകൾ എല്ലാം കൊടുത്തു, സൽക്കാരങ്ങൾ എല്ലാം സ്വീകരിച്ചു ഭഗവാൻ. അങ്ങനെ ലക്ഷ്മി ദേവിക്ക് ഏക ആസ്പദമായിരിക്കുന്ന ദിവ്യദേഹം അവർക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് ആ മധ്യത്തിൽ കൃഷ്ണൻ വിളങ്ങി. സമാധി സിദ്ധിച്ചിരിക്കുന്ന യോഗികളാൽ അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന പരമാത്മാ സ്വരൂപനായ ഭഗവാൻ ഈ വിധം ഗോപികൾക്ക് അധീനനായി. അപ്പോൾ ഈ യോഗികളെക്കാൾ ഭാഗ്യമുള്ളവരാണ് ഈ ഗോപികൾ. അവരെത്രയോ കാലം തപസ് അനുഷ്ഠിച്ചതാണ്. ഇതുവരെ അങ്ങനെയുള്ള തപസ്സൊന്നും അനുഷ്ഠിച്ചിട്ടില്ല. പക്ഷേ ഇവർക്കും അവർ അനുഭവിച്ച ആനന്ദം ഇവർക്കും അനുഭവിക്കാൻ സാധിച്ചു. തത്രോപവിഷ്ടോ ഭഗവാൻ സ ഈശ്വരോ യോഗേശ്വരാന്തർകൃതി കൽപ്പിതാസന ചകാസ ഗോപി പരിഷദ്ഗതോർച്ചിത ത്രൈലോക്യ ലക്ഷ്മീക പദം പവൃദധാ. ശ്ലോകം 15. സഭാജയിത്വാ തം അങ്കന തം അനംഗദീപനം സഹാസലീലേക്ഷണ വിഭ്രമഭ്രുവ സംസ്പർശനേന അംഗ കൃതാംഘ്രി ഹസ്തയോ സംസൃത്യ ഈഷത് കുപിതാഭാഷിരേ. സഭാജയിത്വാ തം അനംഗദീപനം സഹാസലീലേക്ഷണ വിഭ്രമഭ്രുവ സംസ്പർശനേന അംഗകൃതാംഘ്രി ഹസ്തയോ സംസൃത്യ ഈഷത് കുപിത വ്യഭാഷിരേ. അനംഗദീപനം, മന്മഥനെ പോലെ ജ്വലിക്കുന്ന തം അവനെ, കാമദേവനേക്കാൾ സുന്ദരനാണ് ഭഗവാൻ. കാമദേവനെ പോലെ പ്രകാശിക്കുന്ന ഭഗവാനെ അംഗകൃതാംഘ്രി ഹസ്തയോഹോ, മടിയിൽ വച്ചിരിക്കുന്ന പാദങ്ങളുടെയും കരങ്ങളുടെയും സംസ്പർശനേന, മൃദുസ്പർശനം കൊണ്ട് സഭാജയിത്വ സൽക്കരിച്ചിട്ട്, സംസൃത്യ നന്നായി സ്തുതിച്ചിട്ട്, സഹാസ ലീലേക്ഷണ വിഭ്രമണ ഭ്രമ
പുഞ്ചിരിയോടുകൂടിയ ലീലാ കടാക്ഷങ്ങളാൽ പൂരിപ്പിച്ച വിലാസത്തെ പ്രകാശിപ്പിക്കുന്ന പുരികക്കൊടികളോട് കൂടിയവരായി ഈഷത് കുപിത അല്പം കോപിച്ചവരായി ബഭാഷിരെ സംസാരിച്ചു. അപ്പോൾ അവർക്ക് കൃഷ്ണൻ വന്നപ്പോൾ സന്തോഷം ഉണ്ടായെങ്കിലും ഇത്രയും നേരം അവരെ വിഷമിപ്പിച്ചതിൽ അവർക്ക് ദേഷ്യമുണ്ട്. ഇപ്പം അരികത്ത് വന്ന് ചിരിച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കൈകാലുകൾ തങ്ങളുടെ മടിയിൽ വെച്ച് അവർ ഭഗവാനെ തലോടി. ഹൃദയത്തിലുള്ള പ്രണയകോപത്തെ പ്രകാശിപ്പിക്കാതെ ഭഗവാന്റെ മുഖകമലത്തെ കടാക്ഷിച്ച് സ്തോത്രം ചെയ്തു. പിന്നെ മന്ദഹാസം ചെയ്ത് പുരിക കൊടികൾ അല്പം വളച്ച് ആ കോപത്തെ ഇല്ലാതാക്കി. എന്നിട്ട് അവരിപ്രകാരം പറയുകയാണ്: സഭാജയിത്വാ തം അനംഗദീപനം സഹാസലീലേക്ഷണ വിഭ്രമപ്രഭ സംസ്പർശനേന അംഗകൃതാംഗ്രി ഹസ്തയോ സംസൃത്യ ഈഷത് കുപിതാഭിഭാഷിരായ. ശ്ലോകം 16. ഗോപ്യൗജു ഭജതോ അനുഭജന്തേക ഏക ഏതത് വിപര്യം നോഭയാം ച ഭജത്തേക എന്നോ ബ്രൂഹി സാധുവോ. ഭജതോ അനുഭജത്തേക ഏക ഏതത് വിപര്യം നോ ഉഭയാം ച ഭജത്തേക ഏതന്നോ ബ്രൂഹി സാധു പോ. ഭഗവാൻ ചിലർ അപ്പോൾ ഗോപികൾ പറയുകയാണ്: ഹേ ഭഗവാൻ, ഏക ചിലർ ഭജത ഭജിക്കുന്നവരെ അനുഭജന്തി അനുരൂപമായി ഭജിക്കുന്നു. ചിലവരുണ്ട് അങ്ങോട്ട് നമ്മൾ സേവിക്കുകയാണെങ്കിൽ അവരും തിരിച്ച് സേവ ചെയ്യും. ഇനി വേറെ ചിലരോ ചിലർ ഏതത് വിപരീയം ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. അതായത് തങ്ങളെ ഭജിക്കാത്തവരെയും അങ്ങോട്ട് ഭജിക്കുന്നു. ചിലർ തങ്ങളെ ഭജിക്കുന്ന സേവിക്കുന്നവരെ മാത്രം സേവിക്കുന്നു, അല്ലെങ്കിൽ ഉപകാരം ചെയ്യുന്നവർക്ക് മാത്രം ഉപകാരം ചെയ്യുന്നു. മറ്റു ചിലരോ സേവിക്കാത്തവർക്കും സേവിക്കും, അതായത് ഉപകാരം ചെയ്യാത്തവർക്കും ഉപകാരം ചെയ്തു കൊടുക്കും. പിന്നെ മറ്റു ചിലർ ഉഭയാഞ്ച രണ്ടുപേരുടെയും ഭജന്തി ഭജിക്കുന്നില്ല. അതായത് ഭജിക്കുന്നവരെയും ഭജിക്കാത്തവരെയും രണ്ടു കൂട്ടരെയും അവർ ഭജിക്കുകയില്ല. ഈ മാതിരി 3 തരക്കാർ ലോകത്തിലുണ്ട്. ഭജിക്കുന്നവരെ അങ്ങോട്ട് ഭജിക്കുക, ഭജിക്കാത്തവരെയും ഭജിക്കുക, പിന്നെ ഇനി ഭജിക്കുന്നവരെയും ഭജിക്കാത്ത രണ്ടു കൂട്ടരെയും ഭജിക്കാത്തവരും ഉണ്ട് ലോകത്തിൽ. എന്നിട്ട് പറയാണ്, ഇതില് ഉത്തമ മധ്യമ അധമന്മാരാരാണ്, ഇതില് ശ്രേഷ്ഠരാരാണ്? ഇപ്പൊ കൃഷ്ണനെ അങ്ങോട്ട് അവരെ ഭജിച്ചിട്ടും കൃഷ്ണ ഭജിച്ചില്ലല്ലോ. അപ്പൊ ചോദിക്കുകയാണ്, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് 3 തരക്കാര്, അപ്പൊ ഇതിൽ ശ്രേഷ്ഠരാരാണ്? അപ്പൊ ഭഗവാൻ അതിന് മറുപടി പറയാണ്. 16 ഒന്നുകൂടെ പറയാം. ഗോപ്യ ഊചു ഭജതോനു ഭജന്തേക ഏക ഏതത് വിപര്യം നോ ഉഭയാംശ്ച ഭജത്തേക ഏതന്നോ ബ്രൂഹി സാധുഭോ. ശ്രീ ഭഗവാനുവാച. ശ്ലോകം 17. മിതോ ഭജന്തി യേ സഖ്യ സ്വാർത്ഥ ഏകാന്തോദ്യമഹിതേ ന തത്ര സുഹൃതം ധർമ്മ സ്വാർത്ഥാർത്ഥം തത്ഹി നാന്യഥാം. മിത ഭജതി യേ സഖ്യു സ്വാർത്ഥ ഏകാന്തഃ ഉദ്യമാഹിതേ ന തത്ര സൗഹൃദം ധർമ്മ സ്വാർത്ഥാർത്ഥം തത്ഹി നാന്യത. ഏ സഖികളെ, ഏവർ അന്യോന്യം ഭജന്തി. ഭഗവാൻ പറയാണ്, അന്യോന്യം ഭജിക്കുന്നു. ഒരാൾ ഭജിക്കുമ്പോൾ മറ്റവരും അതേപോലെ ഭജിക്കുന്നു. അവർ എന്താണ്? സ്വാർത്ഥ ഏകാന്തോ ഉദ്യമ, സ്വാർത്ഥത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരായിരുന്നു ആണ്. അപ്പോൾ ചിലവര് തന്നെ ഭജിക്കുന്നവരെ ഭജിക്കും, അല്ലാത്തവരെ ഭജിക്കില്ല. അപ്പോൾ അത് സ്വാർത്ഥത്തിന് വേണ്ടിയാണ്. തനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തവർക്ക് ഉപകാരം ചെയ്യും, അല്ലാതെ എല്ലാവർക്കും ഉപകാരം ചെയ്യുകയില്ല.
എന്തുകൊണ്ടെന്നാൽ അതിൽ സൗഹൃദം, സ്നേഹമില്ല, ധർമ്മവും ഇല്ല. സ്വാർത്ഥാർത്ഥം ഹി, സ്വന്തം കാര്യത്തിന് വേണ്ടി അന്യഥ മറ്റു തരത്തിൽ ഇല്ല. അപ്പോൾ ഉപകാരവും പ്രത്യുപകാരമൊക്കെ ഫലം ആഗ്രഹിച്ച് അന്യോന്യം ഭജിക്കുന്നവർ രണ്ടുപേരും അവരെ തന്നെ ഭജിക്കുന്നതല്ലാതെ അന്യരെ ഭജിക്കുന്നില്ല. അപ്പോൾ ആര് ഉപകാരം ചെയ്യും അവരെ മാത്രം ഭജിക്കും. പശുവിന് പുല്ല് കൊടുക്കും. എന്തിനാണ്? പശു പാല് തരും. അപ്പം അതുകൊണ്ടാണ് പശുവിന് പുല്ല് കൊടുക്കുന്നത്. അല്ലാതെ പശുവിനെ നല്ലവണ്ണം വളർത്താനൊന്നും അല്ല. എന്തിനാണ്? പശു പാല് തരും എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പശുവിനെ വളർത്തുന്നത്. ഇനി ചിലരാണെങ്കിലോ അപ്പൊ ആ ഭജനമാണെങ്കിൽ സുഖമല്ലാതെ ധർമ്മം അല്ല. സ്വാർത്ഥ ഏകാന്ത ഉദ്യത, സ്വാർത്ഥത്തിന് വേണ്ടി, തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റവരെ സേവിക്കും. അപ്പം അവര് സ്വാർത്ഥന്മാരാണ്. തത്ര സൗഹൃദം ധർമ്മ, അവിടെ സൗഹൃദമൊന്നുമില്ല, സ്നേഹമൊന്നുമില്ല, ധർമ്മമൊന്നുമില്ല. അങ്ങനെയുള്ളവരാണ്. മിതോപജന്തി സഖ്യ സ്വാർത്ഥേകാന്തോദ്യതാഹിതേ ന തത്ര സൗഹൃദം ധർമ്മ സ്വാർത്ഥാർത്ഥം തദ്ഹിനാന്യതാം. ശ്ലോകം 18. ഭജന്ത്യഭജതോ ഏവൈ കരുണാപിതരോ യഥാ ധർമ്മോ നിരപവാദോത്ര സൗഹൃദം ച സുമധ്യമാ. ഇനി സേവിക്കാത്തവരെ സേവിക്കുന്നവരുണ്ട്. അതായത് മാതാപിതാക്കളെ പോലെ, പിതരഹ യഥ, പിതാക്കന്മാരെ പോലെ. മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നു, സംരക്ഷിക്കുന്നു. അത് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. തൻ്റെ മക്കളെ നല്ലവണ്ണം വളർത്തണം എന്നുള്ള രീതിയിൽ അവര് ഇങ്ങോട്ട് സേവിക്കും. കൊച്ചുകുട്ടികളല്ലേ, അവരിങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവരെ സേവിക്കുന്നു. ഭജിക്കാത്തവരെ ഭജിക്കുന്നു. ആരെ പോലെ? മാതാപിതാക്കളെ പോലെ. അവർ കരുണയുള്ളവരാകുന്നു. അത്ര ഇതിൽ സുമധ്യമഹേ സുന്ദരികളെ ധർമ്മവും സൗഹൃദവും നിരപവാദ, അപവാദം കൂടാതെ ഇരിക്കുന്നു. അപ്പൊ ഇതിൽ ധർമ്മമുണ്ട്, സ്നേഹമുണ്ട്. അപ്പൊ അച്ഛനമ്മമാർ മക്കളെ നോക്കുന്നത് അതിൽ ധർമ്മമുണ്ട്, സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത്. തിരിച്ചൊന്നും പ്രതീക്ഷിച്ച് അല്ല. നമുക്കറിയാലോ, ഇപ്പൊ വെള്ളപ്പൊക്കം വന്നപ്പോൾ ആരെല്ലാം എവിടെയെല്ലാം ചെന്ന് സേവിക്കുന്നു. അത് തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞാണോ? വെള്ളത്തിൽപ്പെട്ടവരെ എല്ലാം, ഒഴുക്കിൽപ്പെട്ടവരെ എല്ലാം, പല ആൾക്കാരും, സംഘടനകളും ആൾക്കാരും എല്ലാം ചെന്ന് അവരെ എല്ലാം രക്ഷിച്ചു കൊണ്ടുവന്ന് അഭയാർത്ഥി ക്യാമ്പിലാക്കുന്നു. അപ്പൊ അവരിൽ നിന്ന് അവര് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് നിസ്വാർത്ഥം, ഒരു സ്വാർത്ഥ താല്പര്യവും അവർക്ക് ഇല്ല. അപ്പൊ അത് രണ്ടാമത്തെ കൂട്ടരാണ്. സ്വാർത്ഥതയില്ലാതെ, അത് അന്യരിൽ കരുണയുള്ളവരാണ്. അല്ല, എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? നമ്മളെ പോലെയുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അവരോട് ദയവുണ്ട്, കരുണയുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അന്യന്റെ ദുഃഖത്തെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയോടുകൂടി. അപ്പൊ അവരാരെങ്കിലും ഇനി അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കുവോ? ഇല്ല, അവരത് പ്രതീക്ഷിക്കുന്നു ഇല്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ ആള്. ഭജന്തി അഭജതോ ഏവൈ. അപ്പൊ തന്നെ തങ്ങളെ സേവിക്കാത്തവരെ അങ്ങോട്ട് സേവിക്കുന്നവര്. ഭജന്തി അഭജതോ ഏവൈ കരുണാപിതരോ യഥാ ധർമ്മോ നിരപവാദോത്ര സൗഹൃദം ച സുമധ്യമാം. ഇനി മൂന്നാമത്തെ തരക്കാര്. ഇവര് 3 തരം ആൾക്കാരെ കാര്യം പറഞ്ഞല്ലോ. 19. ഭജതോപിന വൈ കേചിത് ഭജന്ത്യഭജത കുത ആത്മാരാമഹ്യാപ്തകാമ അകൃതജ്ഞ ഗുരുദ്രുഹ. ഭജതഃ അഭിന വൈ കേചിത് ചിലര് ഭജതഃ അഭി ഭജിക്കുന്നവരെയും കൂടി ന ഭജന്തി ഭജിക്കുന്നില്ല. ചിലവര് തങ്ങളെ സേവിക്കുകയാണ്, പക്ഷെ അവരെ തിരിച്ചവര് സേവിക്കുന്നില്ല. അഭജത ഭജിക്കാത്തവരെ കുത പിന്നെ എങ്ങനെ ഭജിക്കും? അങ്ങോട്ട് സേവിക്കുന്നവരെ പോലും ചിലവർ സേവിക്കൂല. പിന്നെ സേവിക്കാത്തവരെ കാര്യം പറയണോ? അങ്ങനെയുള്ളവർ ആരൊക്കെയാണ്? ആത്മാരാമ, ആത്മാവിൽ രമിക്കുന്നവർ. ഇപ്പോൾ ഒരു സന്യാസി
ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. സന്യാസിക്ക് ചെന്ന് എന്ത് നമ്മൾ സഹായം ചെയ്തു കൊടുത്താലും അവിടെ തിരിച്ചിങ്ങോട്ടൊരു പ്രതികരണവും ഇല്ല. കാരണം എന്താണ്? അവർ ആത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ആരെയും ഒന്നും നോക്കാറില്ല. അങ്ങോട്ട് ചെന്ന് എന്ത് സേവ ചെയ്തു കൊടുത്താലും, സേവ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പം അതൊന്ന്. അടുത്ത രണ്ടാമത്തത് ഹി ആപ്തകാമന്മാരാണ്. അതായത് ഒരു വിഷയത്തിലും ആസക്തിയില്ല. അപ്പോൾ അവര് അന്യര് എന്തെങ്കിലും കാര്യം ചെയ്തെന്നാൽ അവർ തിരിച്ചൊന്നും ചെയ്യില്ല. കാരണം എന്താണ്? അവർക്ക് വിഷയാസക്തി ഇല്ല, അവർക്ക് ചെയ്യണമെന്നുള്ള താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ആപ്തകാമന്മാരെന്ന് പറയും. പിന്നെ അടുത്തത് അകൃതജ്ഞന്മാർ. അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്താൽ അവർ തിരിച്ച് ഒരു ഉപകാരവും ചെയ്യൂല. കാരണം അവർ മൂഢത, അവർക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യണം, തിരിച്ചെന്തിനെ ചെയ്യണം, തിരിച്ചു ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ അജ്ഞന്മാരാണ്, ബുദ്ധിഹീനന്മാരാണ്, മൂഢന്മാരാണ്. അതുകൊണ്ട് അവരൊന്നും ചെയ്യൂല. അപ്പം അങ്ങനെയുള്ളവരും തിരിച്ചൊന്നും ചെയ്യുകയില്ല. ഇനി അടുത്തത് ആരാണ്? ഗുരുദ്രുഹ. ഇങ്ങോട്ട് ഉപകാരം ചെയ്തവർക്ക് പകരം ഉപകാരം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അവരെ ദ്രോഹിക്കുകയും കൂടെ ചെയ്യും. ചിലവരങ്ങനെയാണ്. എന്തെങ്കിലും ഉപകാരം ചെയ്താലും അങ്ങോട്ടൊന്നും ചെയ്യുകയില്ല, പിന്നെ എന്തെങ്കിലും വരുമ്പോൾ അവരെ ദ്രോഹിക്കുക പോലും ചെയ്യും. അപ്പോൾ അത് അവരാ കഠിന ഹൃദയരാണ്. അവരാണ് ഗുരുദ്രുഹ എന്ന്, ഗുരുവിനെ ദ്രോഹിക്കുന്നവർ എന്ന് പറയുന്നു. ഉപകാരം ചെയ്തവനെ പോലും ദ്രോഹിക്കും. അപ്പോൾ ഇത് മൂന്നാമത്തെ തരക്കാർ പറയുകയാണ്. അങ്ങോട്ട് ഭജിച്ചാലും ഭജിക്കാത്ത ആളുകൾ, സന്യാസിമാരെ പോലെയുള്ള ആത്മാരാമന്മാർ, ആത്മാവിൽ രമിക്കുന്നവർ, അതുപോലെ ആകാമന്മാർ, വിഷയത്തിൽ ഒരു ആഗ്രഹം ഇല്ലാത്തവർ, പിന്നെ അറിഞ്ഞുകൂടാത്തവർ, അകൃതജ്ഞന്മാർ, ബുദ്ധിയില്ലാത്തവർ, അവരൊന്നും ചെയ്യില്ല. പിന്നെ ചിലവർ എന്ത് ചെയ്യുന്നു? ചെയ്താലും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നു. അപജതോപി വൈ കേചിത് ഭജന്തി അപജത കുത ആത്മാരാമാഹി ആപ്തകാമ അകൃതജ്ഞ ഗുരുദ്രുഹ. അതായത് ഈ ഗോപികമാർ പറഞ്ഞതിന് ഉത്തരവാണ് ഭഗവാൻ പറയുന്നത്. ഗോപികമാർ ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ എന്തിനാണ് അപ്പോൾ ഭജിക്കുന്നവരെ ഭജിക്കുന്നതാണോ നല്ലത്, ഭജിക്കുന്നവരെ ഭജിക്കാത്തതാണോ നല്ലത് എന്നൊക്കെ ചോദിച്ചില്ല. അതിന് ഉത്തരവാണ് ഈ പറയുന്നത്. ശ്ലോകം 20. നാഹം തു സഖ്യോ ഭജതോ വിജന്തൂൻ ഭജാമ്യമീഷാം അനുവൃത്തിവൃത്തയേ യഥാധനോ ലബ്ധധനേ വിനഷ്ടേ തച്ചിന്തയാന്യ നിഭൃതോ ന വേദാം ന അഹം തു സഖ്യഃ ഭജതഃ അപി ജന്തൂൻ ഭജാമി അമീഷാം അനുവൃത്തിവൃത്തയേ യഥാ ധനഃ ലബ്ധധനേ വിനഷ്ടേ തച്ചിന്തയാ അന്യത് നിഭൃതഃ ന വേദ. നാഹം തു സഖ്യഃ, സഖികളെ, അഹം ഞാൻ, ന അവരിൽ ആരുമല്ല. ഇപ്പം നിങ്ങൾ 3 തരക്കാരെ പറഞ്ഞല്ലോ, ഇവരിൽ ആരുമല്ല ഞാൻ. ഭജിക്കുന്നവരെ തിരിച്ചു ഭജിക്കുന്നവരോ, ഭജിക്കുന്നവരെ ഭജിക്കാത്തവരോ, ഭജിക്കാത്തവരെയും ഭജിക്കുന്നവരോ, അങ്ങനെ 3 തരക്കാരിൽ ഞാൻ അല്ല. ഭജതാപി ഭജിക്കുന്നവരാണെങ്കിലും ജന്തുക്കളെ അമീഷ ഇവരുടെ അനുവൃത്തിവൃത്തയെ നിരന്തര ധ്യാന പ്രവൃത്തിക്കായിക്കൊണ്ട് ന ഭജാമി ഭജിക്കുന്നില്ല. അപ്പം ഞാൻ അവരുടെ കൂട്ടത്തിലുള്ളതല്ല. പിന്നെ ആരാണെന്ന് പറയണം? പരമകാരുണികനും പ്രാണികളുടെ പരമസുഹൃത്തുമാണ് ഞാൻ എന്ന് പറയുകയാണ്. ഭജിക്കുന്നവരാണെങ്കിലും ജന്തുക്കളെ അമീഷ ഇവരുടെ അനുവൃത്തിവൃത്തയെ നിരന്തര ധ്യാന പ്രവൃത്തിക്കായിക്കൊണ്ട് ഞാൻ ഭജിക്കുന്നില്ല. അധനഹ ധനമില്ലാത്തവൻ, ലബ്ധധനെ ലഭിച്ച ധനം,
വിനിഷ്ഠ നശിക്കും വിഷയത്തിൽ തച്ചിന്തയ അതിൻ്റെ ചിന്ത കൊണ്ട് നിവൃത പൂർണ്ണനായിട്ട് അന്യത് മറ്റൊന്നിനെയും യഥാനവേദ അറിയാത്തതുപോലെ. ഒരു ധനവാന് ധനമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവൻ പിന്നെ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കുകയില്ല. അവൻ്റെ ധനം നഷ്ടത ആ ഒരു ചിന്തയെ അവനുള്ളൂ. അപ്പം എന്നെ ഭജിക്കുന്നവരുടെ ചിത്തവൃത്തി മറ്റൊന്നിലും വ്യാപിക്കാതെ എന്നിൽ തന്നെ നിരന്തര സ്ഥിരമായി ഉറയ്ക്കാൻ ഇടവരണം എന്നുള്ള ഭക്തവാത്സല്യത്തോടെ ഞാൻ അവരെ ഭജിക്കാതിരിക്കുന്നു. ഞാൻ ഇപ്പം ആരെങ്കിലും എന്നെ ഭജിക്കുകയാണ്, ഞാൻ തിരിച്ച് ഭജിച്ചാലോ അവരുടെ ഭജനയൊക്കെ അവിടെ നിൽക്കും. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? അവരെ തിരിച്ച് ഭജിക്കുകയില്ല. അപ്പോൾ ഭക്തവാത്സല്യ നിമിത്തം ഞാൻ തിരിച്ച് ഭജിക്കുകയില്ല. അപ്പോൾ ഞാൻ ഭജിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ നിരന്തരം വീണ്ടും എന്നെ തന്നെ നിരന്തരം ഭജിച്ച് സ്ഥിരമായി മനസ്സിൽ ഉറപ്പിക്കുന്നു. ഇനി അവർ ഭജിക്കുമ്പോഴോ ഭജനയുടെ ആരംഭത്തിൽ ഞാൻ അവർക്ക് പ്രത്യക്ഷനാകും. പിന്നെ അവർക്ക് ദൃശ്യനല്ലാതെയും വരും. നാരദൻ ഭഗവാനെ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം ഭഗവാന്റെ രൂപം വന്നു. അത് കഴിഞ്ഞിട്ട് ആ രൂപം അങ്ങ് മറഞ്ഞു. അപ്പം നാരദൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, എന്ത് ഭഗവാനെ, എനിക്ക് അങ്ങയുടെ രൂപം കാണിച്ചു തന്നിട്ട് എന്താണ് പിന്നെ കാണാത്തത്? അപ്പോൾ ഒരു അശരീരി വന്നു. അപ്പം നിനക്ക് ഭക്തി ഉണ്ടാകാൻ വേണ്ടി ഞാൻ ആദ്യ രൂപം കാണിച്ചു തന്നു. ഇനി നിനക്ക് അതിനുള്ള സമയം എത്തിയിട്ടില്ല. ഈ ജന്മത്തിൽ നിനക്ക് ഇനി എന്നെ കാണാൻ പറ്റുകയില്ല. അപ്പം നീ വീണ്ടും ഭക്തി വർദ്ധിപ്പിച്ച് വരുമ്പോൾ നിനക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഭഗവാൻ ആദ്യം ഒരു രൂപം കാണിച്ചു കൊടുക്കും, എന്നിട്ട് ഉടനെ തന്നെ ഭഗവാൻ പറയും. അതാണ് പറഞ്ഞത്, ഗോപികളുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു, പിന്നെ ഞാനങ്ങ് മറഞ്ഞു. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഒരിക്കൽ കണ്ട എൻ്റെ രൂപത്തെ കാണാതാകുമ്പോൾ എന്തു ചെയ്യും? വീണ്ടും വീണ്ടും മനസ്സിലിട്ട് ധ്യാനിച്ചു കൊണ്ടേയിരിക്കും. അതാണല്ലോ ഗോപികൾ ഇവിടെ ചെയ്തത്, അല്ലേ? ഭഗവാന്റെ രൂപം തന്നെ വേറെ ഒരു ചിന്തയില്ല, മനസ്സിൽ ധ്യാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദർശനം ആദ്യം ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ ഭഗവാൻ. അപ്പോൾ അതിൽ സന്തോഷം ഉണ്ടായല്ലോ. ആ സന്തോഷം കൊണ്ട് പിന്നെ ഭഗവാനെ കാണാനുള്ള ദുഃഖം വരുമ്പോൾ ആദ്യത്തെ ആ ദർശനത്തിനെ വീണ്ടും വീണ്ടും ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ ആദ്യം ദുഃഖം ഉണ്ടായെങ്കിൽ ആ ദുഃഖമെല്ലാം നശിച്ച് പിന്നീട് അവർ പരമാനന്ദ സമുദ്രത്തിൽ ആറാടുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നു, അതുകൊണ്ട് ഞാൻ ഈ നിങ്ങൾ പറഞ്ഞ 3 കൂട്ടത്തിലും പെടുകയില്ല. എൻ്റെ ഭക്തന്മാരുടെ ചിത്തവൃത്തി സ്ഥിരമായി ഉറയ്ക്കാൻ വേണ്ടി ഞാൻ അവരെ ഭജിക്കാതിരിക്കും. കാരുണികനാണ് ഞാൻ, അവരുടെ പരമസുഹൃത്താണ്. അതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിലൊന്നും പെടുകയില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. ഭഗവാനെ നിരന്തരം ചിന്തിക്കുന്നവർ ഭഗവാനിൽ തന്നെ വസിക്കുന്നവരാണ്. അത് ഭഗവാനിൽ നിന്നും ഭിന്നരല്ല. ഭഗവാൻ അവരിലിരിക്കും, അവർ ഭഗവാനിലും ഇരിക്കും. അതുകൊണ്ട് പിന്നെ തിരിച്ച് ഞാൻ അവരെ ഭജിക്കേണ്ട കാര്യം ഇല്ല. നാഹം തു സഖ്യോ ഭജതോ ബിജന്തൂൻ ഭജാമ്യമീഷാമനുവൃത്തി വൃത്തയേ യഥാധനോ ലബ്ധതനേ വിനിഷ്ടേ തച്ചിന്തയാന്യത് നിഭൃതോ ന വേദാം. ശ്ലോകം 21. ഏവം മദർത്ഥോച്ചിത ലോകവേദ സ്വാനാം ഹി വോ മയ്യ അനുവൃത്തയേ ബല മയാ പരോക്ഷം ഭജതാ തിരോഹിതം മാസൂയിതും മാർഹത തത് പ്രിയം പ്രിയാഹ. ഏവം മദർത്ഥഃ ഉച്ചിത ലോകവേദ സ്വാനാം ഹി വഹ മയി അനുവൃത്തയേ അബലാഹ മയാ പരോക്ഷം ഭജത തിരോഹിതം മാ അസൂയിതും മാ അർഹത തത് പ്രിയം പ്രിയാഹ. ഏവം ഇപ്രകാരം മദർത്ഥ ഉച്ചിത ലോകവേദാസ്വന എന്നെ പ്രാപിക്കാൻ വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട ശാസ്ത്ര മര്യാദയോട് അതുപോലെ തന്നെ ബന്ധുക്കളോടും കൂടിയ വഹ നിങ്ങളുടെ മൈ എന്നിൽ
അനുവൃത്തിക്കായിക്കൊണ്ട് എന്നിൽ നിങ്ങൾ മനസ്സുറപ്പിക്കാൻ വേണ്ടി പരോക്ഷം അപ്രത്യക്ഷനായി ഭജതാം നിങ്ങളെ ഭജിക്കുന്ന മയ എന്നാൽ തിരോധാനം ചെയ്യപ്പെട്ടു. പ്രിയ ഇഷ്ടകളെ അബലകളെ അത് ഹേതുവായിട്ട് പ്രിയനായിരിക്കുന്ന മാം എന്നെ അസൂയപ്പെടുവാൻ കൊണ്ട് മാ അർഹത നിങ്ങൾ യോഗ്യകൾ അല്ല. അപ്പം നിങ്ങളുടെ മനസ്സ് എന്നിൽ തന്നെ സ്ഥിരമായി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ നിങ്ങളിൽ നിന്ന് മറഞ്ഞത്. അപ്പം നിങ്ങളുടെ ദുഃഖം കണ്ടപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അതെന്തിനാണ്? നിങ്ങളുടെ ആ സ്നേഹാതിശയത്തെ കണ്ട് ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ കാരുണ്യമുണ്ട് എനിക്ക്. അപ്പോൾ എന്നെ പ്രാപിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ബന്ധുക്കളെയും ഭർത്താവിനെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് വന്നത്. അപ്പോൾ നിങ്ങളിൽ ഞാൻ പരമപ്രീതിയുക്തനായ എന്നിൽ ദോഷദർശനം നിങ്ങൾക്ക് ഉണ്ടാവരുത്. അപ്പോൾ ഞാൻ നിങ്ങളിൽ എൻ്റെ ഭക്തി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്നെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ പ്രീതനാണ്. പക്ഷേ ഭഗവാൻ ഇവരിൽ മാത്രം സേവനാഭാവം ഉണ്ടായാൽ പറ്റുകയില്ല. കാരണം എന്താണ്? മറ്റുള്ളവരെല്ലാവരും ഭഗവാനെ ഭജിക്കുകയാണ്. ഭഗവാനെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഭഗവാൻ ഭക്തവത്സലനാണ്, കരുണാർദ്രനാണ്. ഏവം മദർത്ഥോച്ചിതലോകവേദ സ്വാനാം ഹിവോ മയനുവൃത്തയേ ബല മയാ പരോക്ഷം ഭജതാ തിരോഹിതം മാസൂയിതം മാർഹത തത് പ്രിയം പ്രിയാകാം. ശ്ലോകം 22. ന പാരയേഹം നിരവധ്യ സംയുജാം സ്വസാധുഹൃദം വിബുധായുഷാവിവ മാ യാമാഭജൻ ദുർജരഗേഹശൃംഖല സംവൃച്യ തത്വ പ്രതിയാതു സാധുനാം. ന പാരയേ അഹം നിരവധ്യ സംയുജാം സ്വസാധുഹൃദം വിബുധായുഷ അഭി വഹ യാ മാ ഭജൻ ദുർജരഗേഹശൃംഖല സംവൃച്യ തത്വ പ്രതിയാതു സാധുന. നിരവധ്യ സംയുജ ദോഷരഹിതമായ സംയോഗത്തോടു കൂടിയ വഹ നിങ്ങളുടെ സ്വസാധുവൃതം നിർദോഷ വ്യാപാരത്തെ പ്രത്യുപകാരം ചെയ്യാനായിക്കൊണ്ട് വിബുധായുഷാഭി ദേവന്മാരുടെ ആയുസ് കൊണ്ടുകൂടി അഹം ഞാൻ ന പാരയെ ശക്തനായി ഭവിക്കുന്നില്ല. അതായത് കാമുകളുടെ നിലയിൽ സ്നേഹിച്ചിരിക്കുന്നുവെന്ന് ബാഹ്യദൃഷ്ടിയിൽ മാത്രമുള്ളവർ വിചാരിക്കുമെങ്കിലും നിർമ്മലമായ പ്രേമത്തോടുകൂടി നിങ്ങൾ എന്നോട് ചേർന്നിരിക്കുന്നതിനാൽ നിങ്ങളുടെ സംയോഗം ദോഷലേശമില്ലാത്തതാണ്. ഈ ഭജനത്തിന് പ്രത്യുപകാരം വളരെ കാലം കൊണ്ടും ചെയ്യാൻ ഞാൻ അശക്തനായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കെപ്പോഴും കടപ്പെട്ടവനും ആയിരിക്കും. യാതൊരുത്തികൾ ദുർജരഗേഹ ശൃംഖല നശിക്കാത്ത ഗേഹരൂപങ്ങളായ ചങ്ങലകളെ സംവൃച്ഛ്യ വേരോടെ മുറിച്ചിട്ട് മാം എന്നെ അഭജൻ ഭജിച്ചു. അപ്പോൾ പെട്ടെന്നൊന്നും ഗൃഹം, ഭാര്യ, ഭർത്താവ് ഇതൊന്നും ഈ ചങ്ങലയൊന്നും മുറിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ അതെല്ലാം മുറിച്ചിട്ട് മാ എന്നെ അഭജൻ ഭജിച്ചു. വഹ നിങ്ങളുടെ സാധുന നല്ല കൃത്യം കൊണ്ട് അത് പ്രതിയാതും പ്രത്യുപകാരമായി ഭവിക്കട്ടെ.
അപ്പം നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്. എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ. നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു, എന്നെ തന്നെ ശരണം പ്രാപിച്ചു, എന്നെ മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചപ്പോൾ ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിക്കുകയാണ് അവിടെ ചെയ്തത്. ജീവാത്മാ പരമാത്മ ഐക്യമാണ്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രത്യുപകാരം. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നെ ഭജിക്കുന്നവരെ ഒക്കെ ഭജിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്. നിങ്ങളിൽ മാത്രം അനുസരിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ മാത്രമല്ല എന്നെ ഭജിക്കുന്നത്, എന്നെ ഇഷ്ടംപോലെ ആളുകൾ ഭജിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാത്രം മനസ്സിരുത്തി എപ്പോഴും നിങ്ങളെ കൂടെ ഇരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങളുടെ ഭജനം എന്നിൽ മനസ്സുറപ്പിക്കുന്നത് കൊണ്ട് എൻ്റെ സായുജ്യം നിങ്ങൾക്ക് കിട്ടും, എന്നിൽ തന്നെ നിങ്ങൾക്ക് ചേരാൻ സാധിക്കും. ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രത്യുപകാരം. അല്ല ഞാൻ തിരിച്ച് നിങ്ങൾക്കൊന്നും തരേണ്ടതില്ല. ഇപ്പം ഗോപികൾ ചോദിച്ചാണ്, നമ്മൾ ചിലവരെ സേവിച്ചാലും തിരിച്ച് സേവിക്കാത്തവരുണ്ട്. എന്നുവെച്ചാൽ കൃഷ്ണനെ സേവിച്ചിട്ടും കൃഷ്ണൻ തിരിച്ച് സേവിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പം അതിന് മറുപടിയാണ് പറയുന്നത്, നിങ്ങളെപ്പോലെ എല്ലാവരും എന്നെ സേവിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മാത്രം നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? എനിക്ക് മറ്റു ഭക്തന്മാരും ഇല്ലേ? അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നിങ്ങൾ എന്നിൽ മനസ്സുറപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ സായുജ്യമുക്തി ലഭിക്കുന്നു. അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രത്യുപകാരം എന്ന് പറയുന്നത്. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. നപാരയേകം നിരവധ്യ സംയുജാം സ്വസാധുകൃത്യം വിബുധായുഷാവിവ മാ യാമാഭജൻ ദുർജരകേക ശൃംഖല സംവൃച്യ തദ്വാ പ്രതിയാതു സാധുനാം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീസാന്ത്വനം നാമ 32-തമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.